ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും മോശം കാര്യമാണ് തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുക എന്നത്. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവുകയില്ല. ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാകില്ല. ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത്. അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു. നമ്മൾ ഒരു തെറ്റു ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയുമില്ല. നിങ്ങൾ ഒരാളുമായി ഉള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനും ആയിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാവും. ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണ്. ആവർത്തിക്കാത്ത കുറേ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും. മുഖത്തു നോക്കി വിമർശിക്കുന്നവരെ വിശ്വസിക്കുക. അവരിൽ സത്യമുണ്ടാകും. പുകഴ്ത്തുന്നവരെ അകറ്റി നിർത്തുക. അവരിൽ കാപട്യമുണ്ടാകും. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരെ കൂടെ നിർത്തുക. അവർ സ്വാർത്ഥരായിരിക്കില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും അവരാകാൻ നമുക്കോ നമ്മളാകാൻ അവർക്കോ കഴിയില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. തെറ്റു ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവർക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറ് കൊണ്ടിട്ടുണ്ട്. സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട്. ബന്ധങ്ങളുടെ വേരുകൾ ശക്തമെങ്കിൽ അകലം ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്.